തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ മരണകാരണം തലക്കേറ്റ ആന്തരിക ക്ഷതമെന്ന് പ്രാഥമിക നിഗമനം. രക്തം കട്ടപിടിച്ചത് മരണത്തിലേക്ക് നയിച്ചെന്നും കണ്ടെത്തൽ. കൊല്ലം സ്വദേശി വിൽഫ്രഡ് ആണ് കട്ടിലിൽ നിന്ന് വീണു മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. ദേവൻ MP ചേർന്നു. ദേവൻ, അപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന അസുഖം മാത്രമല്ല, പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം സകല ഭാഗത്തും ബാധിച്ചിരുന്നു. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടോ എന്നുള്ള ഒരു ന്യായീകരണവാദമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് ക്ഷതമേറ്റിട്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും ശ്യാമലി, കഴിഞ്ഞ മാസം 25-നാണ് വിൽഫ്രഡ് ഈ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വിൽഫ്രഡിന്റെ കരളിലും തലച്ചോറിലും മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലൂടെയായിരുന്നു വിൽഫ്രഡ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഈ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു പ്രകൃതവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഡോക്ടർമാർ ഈ സംഭവത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായെന്നടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഒരു വശത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരം ഒരു രോഗാവസ്ഥയുള്ള ഒരു രോഗിയെയും അതും അവിടുത്തെ സിംഗിൾ ബെഡിലാണ് അവിടെ രോഗിയെ ചികിത്സിച്ചതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക രോഗാവസ്ഥയിലുള്ള രോഗികൾ അതിന് പ്രത്യേക ശുശ്രൂഷ നൽകിക്കൊണ്ട് തന്നെ അവർക്കായി പ്രത്യേക കിടക്ക ഒരുക്കേണ്ട കൂടി ഉത്തരവാദിത്വം കൂടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ, ഈ മരണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിൽഫ്രഡിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് വിൽഫ്രഡിന്റെ മരണകാരണത്തിലേക്ക് നയിച്ചത് തലക്കേറ്റ ക്ഷതമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഇദ്ദേഹം കട്ടിലിൽ നിന്നും വീഴുന്ന സമയത്ത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിന്റെ ഭാഗമായി ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും അത് പിന്നീട് രക്തം കട്ടപിടിക്കുന്ന സാഹചര്യത്തിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മരണകാരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക നിഗമനമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ വകുപ്പ് തലത്തിലും ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രണ്ട് അന്വേഷണ റിപ്പോർട്ട് കൂടി വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.